മധുഭാസ്കരൻ. അടുത്ത കാലത്ത് ഒരു സുഹൃത്ത് ഒരു സിനിമാ നടൻ്റെ ജാടയെക്കുറിച്ച് എന്നോട് പറഞ്ഞത് കേട്ടിട്ടുണ്ട്. എന്തിനാണ് ഇവന്മാരൊക്കെ ഇങ്ങനെ ജാടയടിക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ അതിൻ്റെ ഉത്തരം ഇങ്ങനെയാണ്: അല്പന്മാർക്കാണ് അഹങ്കരിക്കാൻ കഴിയുക എന്നതാണ് സത്യം. JRD ടാറ്റയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലോകത്തെ ഏറ്റവും മികച്ച ടാറ്റ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുത്ത മഹാനായ JRD ടാറ്റയെക്കുറിച്ച് നിങ്ങൾ എവിടെ അന്വേഷിച്ചാലും അറിയാം അദ്ദേഹത്തിൻ്റെ വിനയം എങ്ങനെയായിരുന്നു എന്ന്. ഇന്ത്യയിൽ ആദ്യമായി പൈലറ്റ് ലൈറ്റ്സ് വാങ്ങിച്ച മനുഷ്യനാണ് അദ്ദേഹം. 1932 ടാറ്റ എയർലൈൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 46 ടാറ്റ എയർലൈൻസ് എയർ ഇന്ത്യ എന്ന് പേര് മാറ്റപ്പെട്ടു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എയർ ഇന്ത്യ ഗവൺമെൻറ് ഏറ്റെടുത്തു. ടാറ്റയുടെ കയ്യിൽ നിന്ന് ഗവൺമെൻറ് ഏറ്റെടുത്തു. 1953 തൊട്ട് ഏകദേശം 25 കൊല്ലം എയർ ഇന്ത്യയുടെ ചെയർമാൻ സ്ഥാനത്തായിരുന്നു JRD ടാറ്റ എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ. പക്ഷേ ഏറ്റവും രസകരമായ കാര്യം നമ്മൾ അറിയേണ്ടത്, ആ സ്ഥാപനത്തിൻ്റെ ചെയർമാനായിരുന്നിട്ട് പോലും ഒരു എല്ലാ സെക്യൂരിറ്റി ചെക്കിനും ക്യൂ നിൽക്കുന്ന ഈ മനുഷ്യനെ കണ്ട ഒരുപാട് ആളുകൾ ഈ ലോകത്തുണ്ട്. ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ, അധികാരം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ക്യൂ തെറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് ആളുകളുടെ കൂട്ടത്തിൽ JRD ടാറ്റ എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ വ്യത്യസ്തനാകുന്നത് ഇങ്ങനെയാണ്. താജ് ഹോട്ടൽ അദ്ദേഹത്തിൻ്റെ സ്വന്തമാണ്. എന്നിട്ട് പോലും താജ് ഹോട്ടലിൽ റൂം എടുക്കാൻ വരുമ്പോഴെല്ലാം റിസപ്ഷനിസ്റ്റ് ചെന്ന് രജിസ്ട്രേഷൻ ഫോം പൂരിപ്പിച്ചു കൊടുക്കുന്ന ഒരു JRD ടാറ്റയെ നമുക്ക് കാണാം എന്നതാണ്. അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്ന പാഠം വലുതാകും തോറും വിനയം കൂടണം എന്ന് തന്നെയാണ്. ഒരിക്കൽ ഞാൻ വായിച്ചിട്ടുണ്ട്, ബോംബെയിലെ വാങ്കഡ സ്റ്റേഡിയം അദ്ദേഹത്തിന് സ്വന്തമായിരുന്നു. ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരിക്കൽ സ്റ്റേഡിയത്തിൽ കടക്കാൻ ചെന്നപ്പോൾ ടിക്കറ്റ് ഇല്ലാത്തതിൻ്റെ പുറത്ത് ഇദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിയാത്ത സെക്യൂരിറ്റി ഗാർഡ് അദ്ദേഹം തടഞ്ഞു നിർത്തിയതായിട്ടും, പിന്നീട് ഒഫീഷ്യൽസ് വന്ന് അദ്ദേഹത്തിനെ കൊണ്ടുപോകുമ്പോൾ സെക്യൂരിറ്റി ഗാർഡോട് ദേഷ്യപ്പെട്ടപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയല്ലേ അദ്ദേഹം ചെയ്തത്, എന്തിനാണ് നിങ്ങൾ അദ്ദേഹത്തിനെ ഷൗട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നതായി ഞാൻ വായിച്ചിട്ടുണ്ട്. എന്ത് വിനയമാണ് ഈ മനുഷ്യൻ നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നത് എന്നാണ്. വലിയ മനുഷ്യനാകുന്തോറും ജീവിതത്തിൽ വിനയമുള്ളവരാവുക എന്നാണ്. അതുകൊണ്ടാണല്ലോ വിളഞ്ഞു നിൽക്കുന്ന കതിർ തലകുണിഞ്ഞു നിൽക്കും എന്ന് നമ്മുടെ കാർന്നോന്മാർ നമ്മളെ പഠിപ്പിച്ചത്. ഒരിക്കൽ കേരളത്തിലെ ഏറ്റവും മികച്ച കമ്പനിയായ V-Guardൽ ട്രെയിനിങ് എടുക്കാൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. V-Guardൽ ട്രെയിനിങ് കഴിഞ്ഞ് ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കാൻ V-Guardൻ്റെ ക്യാൻറ്റീനിലേക്ക് പോകാനൊരു ഭാഗ്യം എനിക്കുണ്ടായി. അപ്പോൾ അങ്ങനെ ക്യാൻറ്റീനിൽ പോയപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തി. അവിടുത്തെ ഒരു സാധാരണ ജോലിക്കാരൻ തൊട്ട് അവിടുത്തെ GM വൈസ് പ്രസിഡന്റ് വരെ ക്യൂവിൽ നിന്നുകൊണ്ടാണ് ആ ഭക്ഷണം സ്വീകരിക്കുന്നത്. ഒരു പ്രയോറിറ്റി ആളുകൾക്കില്ല. അപ്പോൾ എല്ലാവരും തുല്യരാണ്, ഒന്നിച്ചു പോകേണ്ടവരാണ് എന്ന ഒരു ചിന്ത മുന്നോട്ട് വയ്ക്കുന്നു ആ കമ്പനി എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇത്തരം വിനയം ജീവിതത്തിൽ മനുഷ്യന്മാർക്കുള്ളപ്പോഴാണ് മനുഷ്യന്മാർ വലിയവരാകുന്നത് എന്നതാണ്. അത്തരം വിനയം ഇല്ലാത്തത് അല്പത്തരം എന്നാണ് വിളിക്കുക. ജീവിതത്തിൽ വലിയ ആളുകൾ എളിമയുള്ളവരായിരിക്കുമെന്നാണ് ഒരുപാട് സംഭവങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാ ബുധനാഴ്ചയും പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.